അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെയും സൈന്യ മാതൃശക്തിയുടെയും പാലക്കാട് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. ABPSSP സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന് ലോക ഗുരുസ്ഥാനം വരുമെന്നുള്ള പ്രവചനം സത്യമാകാൻ പോകുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്രധാനമന്ത്രി ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ആശ്രയത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ വിദേശം നമ്മളോട് പരസ്യത്തിൽ പറയുകയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഏറ്റവും നല്ലതായി ചെയ്യും. സ്വദേശി അഭിമാനം നമുക്ക് തീർച്ചയായിട്ടും ഇല്ല. ഇതെന്തുകൊണ്ടാണ് എന്ന് എൻ്റെ ഗുരു വളരെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വർഷങ്ങളോളം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലും മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലും ഇങ്ങനെ നമ്മുടെ രക്തത്തിൽ കലർന്ന ആ ഒരു അടിമത്ത സ്വഭാവം അത് നമ്മളിൽ നിന്ന് മാറാത്തതുകൊണ്ടാണ് ഈ ഫോറിൻ എന്നുള്ള അഭിനയിച്ച് നമുക്ക് മാറാത്തത്. അത് മാറി സ്വദേശി ജാഗരൺ മച്ച് നമ്മുടെ സംഘം തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംഘത്തിൻ്റെ ഒരു സംഘടന വളരെയധികം പ്രവർത്തിക്കുന്നു. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു, നമ്മളെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും അവർ വിപണനം ചെയ്യുകയും ചെയ്യണം. ആദ്യ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയ്ക്ക് കഴിയും. ചെറിയ ഏതെങ്കിലും ഒരു യൂണിറ്റ് നമ്മുടെ സൈനിക മാതൃശക്തി ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആളെണ്ണം കൂട്ടാൻ കർമ്മ മേഖലയാണ് എപ്പോഴും നമുക്ക് കൂടുതൽ സ്നേഹവും ഐക്യവും താല്പര്യം കൊടുക്കുന്നത്. കർമ്മത്തിന് വലിയധികം പ്രാധാന്യമുണ്ട്. ഒരു മാലയിലെ വിവിധ തരത്തിലുള്ള വിവിധ പൂക്കളെ വൈവിധ്യമായ പൂക്കളെ ഒരൊറ്റ ചരടിലാണ് കോർത്തിരിക്കുന്നത്. ആ ചരടെന്ന് പറയുന്ന ആ നൂല് അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദേശഭക്തിയാണ്, നമ്മുടെ ദേശസ്നേഹമാണ്. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് വിമുക്ത ഭടന്മാരുടെയും അവരുടെ കുടുംബത്തിന്റെയും ക്ഷേമത്തിനും അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി രൂപീകൃതമായ ദേശീയതല വിമുക്ത ഭട സംഘടനയാണ്. സംഘടനയുടെ 12ാം വർഷത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ABPSSP സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്ന 12ാമത്തെ പാലക്കാട് ജില്ലാ ABPSSP സൈന്യമാതൃശക്തിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗും കുടുംബ സംഗമവും പങ്കെടുക്കാൻ എത്തിയ നടത്താനെത്തിയ സ്വാമി പ്രണവസുന്ദൻ ബാക്കി നമ്മുടെ സംഘടനയിലെ എല്ലാ വേദിയിലും പദ്ധതിയിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, അഭിനന്ദനങ്ങൾ. കേരളത്തിലെ എല്ലാ ജില്ലകളും പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ ABPSSP അംഗങ്ങളുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. പല കാരണത്തിനാലും അവനവൻ്റെ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ച അത്ര അംഗങ്ങളോട് എത്തിയിട്ടില്ല. എങ്കിലും എത്തിയവർക്കാണ് നിങ്ങളുടെ പ്രത്യേകം. കാരണം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അംഗങ്ങൾ ഉണ്ടായ മാത്രമല്ല, നമ്മൾ ഇതേപോലെ പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന് ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും. പല സ്ഥലത്താണ്. മൈസൂർ ശാന്തിഗിരി ആശ്രമ മഠാധിപൻ സ്വാമി പ്രണവസുധൻ ജ്ഞാനതപസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ABPSSP രക്ഷാധികാരി റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ K രാമദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കാട് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K ശ്രീധരൻ അധ്യക്ഷനായി. സൈന്യ മാതൃശക്തി അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി മുരളീധരൻ എറക്കാട്ടിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ ട്രഷറർ റിട്ടയർഡ് സർജന്റ് ദിൽജിത്ത് മുകുന്ദൻ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സൈന്യ മാതൃശക്തി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഗീതാ മുകുന്ദൻ സൈന്യ മാതൃശക്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനുപമ മധുസൂദനൻ SMS സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒറ്റപ്പാലം സംഘജില്ലാ കാര്യവാഹക് NK മണികണ്ഠൻ, ABPSSP വർക്കിംഗ് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ M അച്യുതൻ, SMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജയ അച്യുതൻ, ABPSSP ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് വിനോദ് കല്ലിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സമിതി പ്രഖ്യാപനവും നടന്നു. കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, ഇവിടെ ആദ്യം തുടങ്ങി എറണാകുളം ജില്ലയുടെ തടഞ്ഞുകൂടാ. എറണാകുളം ജില്ലക്കാരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങൾ മുമ്പേ തുടങ്ങിയിരുന്നു എന്നുള്ളത്.
ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ ഈ സംഘടന തുടങ്ങാൻ വളരെ വൈകി. മറ്റുള്ള സംഘടനകളിലെ എക്സാമിഷൻ സംഘടനകളെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവർ ആഴത്തിൽ വരുന്നതിന് ശേഷമാണ് നമുക്ക് രംഗത്തിറങ്ങാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രതിബന്ധങ്ങളും ഒക്കെ പലതുമുണ്ട്. പക്ഷെ നമ്മുടെ സംഘടനയുടെ ആദർശങ്ങളും ഉദ്ദേശങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കിയവർ തീർച്ചയായും നമ്മുടെ കൂടെ മറ്റുള്ള സംഘടനയിൽ നിന്നും വന്നിട്ടുണ്ട്. വെറുതെ കഴിവേണ്ടി ഇരുന്ന് നമുക്കൊരു ഓഫീസുണ്ട്, അവിടെ ഇരുന്നിട്ട് ഒരു മെസ്സേജ് ഒക്കെ അയച്ചാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മീറ്റിംഗ് നടത്തിയാൽ മതി എന്നൊരു ചിന്തിക്കുന്നവരുമുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഞാൻ പലപ്പോഴും തന്നെ ഞാൻ കേട്ടു, നമ്മൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ പ്രബലമായ ഒരു യൂണിറ്റാണ്, ഒരു വിഭാഗമാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.